നമസ്കാരം. അയോധ്യ പ്രാണപ്രതിഷ്ഠയോട് അനുബന്ധിച്ചിട്ടുള്ള പ്രത്യേക പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ ഭാരതീയൻ്റെയും വികാരമാണ് അയോധ്യ. അമരാവതിക്ക് തുല്യമാണ് ഇതിഹാസത്തിൽ വാൽമീകി അയോധ്യയെ വർണ്ണിച്ചത്. ഭാരതം മറ്റൊരു ചരിത്ര നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ, ഭാരതം ഒരേ മനസ്സോടുകൂടി ആ ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകുമ്പോൾ, നാം ഇന്ന് അയോധ്യ പ്രാണപ്രതിഷ്ഠയുടെ പ്രത്യേക പരിപാടിയിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ, ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ശ്രീ പി ശ്രീകുമാർ, മാധ്യമ പ്രവർത്തകൻ, പ്രൊഫസർ വി.ടി. രമ, BJP, ശ്രീ സുവർണ പ്രസാദ് M, BJP. മൂന്നുപേരെയും ഹൃദ്യമായി ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം സാർ. ആദ്യം ശ്രീകുമാർ സാറിനോട് ചോദിച്ചുകൊണ്ട് തന്നെ ആരംഭിക്കാം. സാർ, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നിമിഷത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. ജനുവരി 22 അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ, ആ ചരിത്ര മുഹൂർത്തത്തിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രസ്തുത പരിപാടിയിലേക്ക് കടക്കാൻ തോന്നുന്നു. പറയാം സാർ. ഇത് പറഞ്ഞ പോലെ ഇത് ഭാരതത്തെ സംബന്ധിച്ചോളം വലിയ ചരിത്രമാണ്. ഭാവിയുടെ ഭാരതത്തിൻ്റെ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഭാരതം കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുതിപ്പിൻ്റെ ഏറ്റവും വലിയ ആക്കം കൂട്ടുന്ന ഒരു മുഹൂർത്തമാണ് ജനുവരി 22 സംഭവിക്കാൻ പോകുന്നത്. തീർച്ചയായും ഇതിലേക്ക് എത്തിയതിന് വലിയൊരു ചരിത്രമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും പറഞ്ഞും പാടിയും കേട്ടും അനുഭവിച്ചുമുള്ള ഒരു വലിയ ചരിത്രമുണ്ട് ഈ അയോധ്യയ്ക്ക്. അയോധ്യ കോസാല രാജ്യം, സൂര്യവംശ രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു. അത് മനുവിനാൽ തന്നെ നിർമ്മിക്കപ്പെട്ടതാണ്. പല പ്രാവശ്യം അത് പ്രളയം വന്നും അല്ലാതെയൊക്കെ നശിച്ചു പോയിട്ട് വിക്രമാദിത്യനൊക്കെ വീണ്ടും അത് നിർമ്മിച്ചിട്ടുണ്ട്. ഇങ്ങനെ പുരാണങ്ങളിലും അല്ലാതെയുമുള്ള ഒരു ചരിത്രത്തിനുണ്ട്. അല്ലാതെ റിട്ടേൺ ചരിത്രം, നമ്മുടെ ഇപ്പോൾ ഈ അയോധ്യ പ്രശ്നങ്ങളുടെ, അയോധ്യയിലെ ഒരു തർക്കത്തിൻ്റെ ഒരു ചരിത്രം തുടങ്ങുന്നത് ശരിക്കും ബാബർ എന്ന വിദേശ ആക്രമണകാരി 1528 അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം തകർത്തതോടുകൂടിയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു വിവാദം, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു രാമക്ഷേത്രത്തിൽ വീണ്ടും ഒരു പ്രാണപ്രതിഷ്ഠ നടത്തേണ്ട സാഹചര്യത്തിലേക്ക് വന്നു ചരിത്രം തുടങ്ങുന്നത്. തീർച്ചയായും അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊരു പ്രത്യേകിച്ച് മുഗളന്മാർ, ഈ മുസ്ലിം അക്രമകാരികളൊക്കെ ദേശീയ സിമ്പൽ അല്ലെങ്കിൽ അതുപോലുള്ള ക്ഷേത്രങ്ങൾ, അതുപോലുള്ള വിശ്വാസങ്ങളെയൊക്കെ തകർത്തുകൊണ്ടാണ് എല്ലായിടത്തും ഒരു മുന്നേറ്റം നടത്തിയിട്ടുള്ളത്. അത് ഭാരതത്തെ അവർ ഒഴിവാക്കിയിരുന്നില്ല. ബാബർ വന്നപ്പോൾ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ തകർത്തു. അയോധ്യ മാത്രമല്ല, ഇങ്ങനെ പല ക്ഷേത്രങ്ങളും തകർത്ത് മുന്നേറി. അയോധ്യയിൽ ക്ഷേത്രം തകർത്തിട്ട് അവിടെ വെറുതെ ഒരു മകുടം പോലെ ഞങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തു. അതങ്ങനെ കിടന്നു. പക്ഷേ അന്ന് തൊട്ടേ 1528 മുതൽ അതിനെതിരെ ജനങ്ങളുടെ ഭയങ്കര ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. പൂർണ്ണമായിട്ടും ഇവിടെ ആരാധനാലയം പണിയാനൊന്നും മുസ്ലിം ആക്രമണകാരികൾക്കും സാധിച്ചില്ല. ബട്ട് അവർ ആക്രമണം നടത്തി തകർത്ത് പോയി. ഒരു ഡോം പോലെ 2 നാഴികൂടൊക്കെ പണിത് വെച്ചു എന്നല്ലാതെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് സാധാരണ പള്ളി പണിയാനൊന്നും അവിടെ അവർക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ അറിയാമല്ലോ, മുഗളന്മാരുടെ കാലത്ത് അക്രമവും അരാജകത്വം ഒക്കെ ഉള്ളപ്പം പാവപ്പെട്ടവരും അതുപോലെ തന്നെ സമാധാനകാംക്ഷികളുമായ ഹിന്ദുക്കൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ സഹിച്ച കഴിഞ്ഞു. പിന്നീട് ബ്രിട്ടീഷ് ഭരണം വരുമ്പോഴും, ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിലും ഈ മുഗളന്മാരുടെ കാലഘട്ടത്തിലും അവിടെ പൂജ നടത്താനും ഒക്കെയുള്ള ശ്രമങ്ങളും അല്ല തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളും നടന്നെങ്കിലും അതൊരു ഓർഗനൈസ്ഡ് ആയിരുന്നില്ല. ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഈ ക്ഷേത്രം ഹിന്ദുക്കൾക്ക് തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് ലീഗലിയുള്ള നീക്കങ്ങൾ നടത്തി. പക്ഷേ ബ്രിട്ടീഷുകാരുടെ ഒരു രീതി അറിയാം. ബ്രിട്ടീഷുകാർ എന്തൊക്കെ നമ്മുടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ചാൽ അവരിവിടുന്ന് ഓടേണ്ടി വരുമെന്നുള്ള ബോധ്യം അവർക്കുള്ളതിനാൽ അവർ ഒരിക്കൽ പോലും അതിനെ വഴങ്ങിയില്ലെന്ന് മാത്രമല്ല, ഇതിന് മുന്നിൽ നിന്ന് ആൾക്കാരെ തൂക്കിക്കൊല്ലുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ വന്നു. അങ്ങനെ ഇത് ഹിന്ദുക്കൾക്ക് ഒരിക്കലും കിട്ടാതെ ഒരു ഡിസ്പ്യൂട്ടഡ് തർക്കമന്ദിരം എന്നൊരു ബ്രാൻഡോടുകൂടി അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോഴത്തേനും പിന്നെ ഭാരതമാണല്ലോ, ഭാരതത്തിൻ്റെ മിത്തുകൾ, ഭാരതത്തിൻ്റെ സിമ്പലുകളൊക്കെ തിരിച്ചു പിടിക്കണം എന്നൊരു ആഗ്രഹമാണ് സാധാരണ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു രാജ്യത്തിന് ഉണ്ടാകേണ്ടത്, രാജ്യത്തെ ഭരണാധികാരികൾക്ക് ഉണ്ടാകേണ്ടിയിരുന്നത്. അതനുസരിച്ചറിയാം, അന്നത്തെ പട്ടേലിനെ പോലുള്ളവർ സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിക്കണമെന്ന് പറഞ്ഞു, ആ ഡിമാൻഡ് വെച്ചു. അതിനെ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എതിർത്തെങ്കിൽ പോലും
ഒരു മൊത്തം ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ അദ്ദേഹത്തിന് അതിന് അങ്ങ് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. പക്ഷേ അതേയൊപ്പം തന്നെ അയോധ്യ, കാശി, മധുര എല്ലാം ചെയ്യേണ്ടതായിരുന്നു. അത് മാത്രമല്ല, ഇപ്പം നമുക്ക് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം പേരുമാറ്റമൊന്നും അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങളും ഓരോ പേരുകളും റോഡുകളുടെ പേര്, ഓരോ സംവിധാനങ്ങളുടെ പേര്, ഓരോ നിയമങ്ങളുടെ പേരൊക്കെ മാറുന്ന പോലെ ഭാരതവൽക്കരണം, ഭാരതീയതയിലേക്ക് ഒരു തിരിച്ചുപോക്ക് വിദ്യാഭ്യാസത്തിലെല്ലാം അന്നേ തുടങ്ങേണ്ടതായിരുന്നു. പക്ഷേ എന്തോ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പശ്ചാത്തലവും പിന്നെ പല പല ചിന്താഗതിയുടെ വ്യത്യാസം കൊണ്ടൊക്കെ നെഹ്റുവിനത് സാധിച്ചില്ല. അതുകൊണ്ട് ഇവിടെ 1949 ഈ ക്ഷേത്രത്തിൽ അവിടെയുള്ള മഠത്തിൻ്റെ അധിപതി, ഇപ്പം നമ്മുടെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെയൊക്കെ ഗോരഖ്പൂർ മഠമുണ്ട്. അവിടുത്തെ അന്നത്തെ അധിപൻ അവിടെ വന്നിട്ട് രാമായണ മാനസം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി നടത്തിയിട്ട് അവിടെ വിഗ്രഹങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ ഹിന്ദുക്കൾ സ്വതന്ത്ര ഭാരതത്തിൽ അത് ഞങ്ങളുടേതാണെന്ന് സ്ഥാപിക്കുകയാണ്. കാരണം ഭാരതത്തിൽ അയോധ്യയിൽ ഉണ്ടായിരുന്ന ക്ഷേത്രം മുഗളന്മാർ ഒരു ബ്രിട്ടീഷ് അല്ലെ ഒരു വിദേശ ആക്രമണകാരികൾ തകർത്തു. അതിനെതിരെ അവർ ധാരാളം രക്തം ചിന്തി പോരാടി നിയമമാർഗങ്ങളൊക്കെ തേടി, ഫലം കിട്ടിയില്ല. പിന്നീട് വേറൊരു വിദേശ അക്രമകാരികൾ, അതായത് ബ്രിട്ടീഷുകാർ ഭരിച്ചപ്പോഴും നീതി ലഭിച്ചില്ല, നീതിക്ക് വേണ്ടി അവർ പോരാടി, ലഭിച്ചില്ല. പക്ഷേ നമ്മുടെ സ്വതന്ത്ര ഭാരതം സ്വതന്ത്രമായി കഴിഞ്ഞപ്പോൾ നമ്മുടെ സർക്കാർ നമ്മൾ ഭരിക്കുന്നു, അപ്പോഴേലും നമ്മൾ നീതി കിട്ടുമെന്ന വിശ്വാസത്തോടെ അവിടുത്തെ ഭക്തർ, എന്നാൽ അവിടെ ഒരു മോസ്ക് എന്ന രീതിയിലുള്ള സങ്കല്പം ഇല്ല. അവിടെ ആക്രമിച്ച് നമ്മുടെ ഒരു മാനബിന്ദുവിനെ മോശപ്പെടുത്തിയിട്ട് അതിൻ്റെ സിമ്പിളായിട്ട് ഒരു എല്ലാവർക്കും വിഷമം ഉണ്ടാകുന്ന ഒരു സ്ട്രക്ചർ മാത്രമാണ്. തർക്കമന്ദിരമൊന്നും ആണ് ഡോക്യുമെൻറ്റിലെല്ലാം ഉള്ളത്. അവിടെ ഇവർ മഠത്തിൻ്റെ ആൾക്കാർ, അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഏറ്റവും സ്വാധീനമുള്ള ഗോരഖ്പൂർ മഠത്തിലെ അന്നത്തെ അധിപൻ, അതത് നേതൃത്വത്തിൽ അവിടെ ഒരു രാമായണ പരിപാടി നടത്തുകയും അതിനുവേണ്ടി വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. വിഗ്രഹങ്ങൾ അവിടെ വെച്ചപ്പോഴത്തേനും ഇങ്ങനെ അതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും വലിയ വികാരം പൊതുജനങ്ങൾക്കെല്ലാം ഉണ്ടായി, ഭക്തർക്കുണ്ടായി, രാമഭക്തർക്കുണ്ടായി. രാമമല്ലയിലും വടക്കേ ഇന്ത്യയിലെയും UP യിലെയൊക്കെ വലിയ വികാരമാണ്. അവരെല്ലാം ഭയങ്കരമായിട്ട് ആഘോഷപൂർവ്വം അത് കൊണ്ടാടി. ഈ സന്ദർഭത്തിൽ നെഹ്റു പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത് ഈ വിഗ്രഹം എടുത്ത് മാറ്റണം. വിഗ്രഹം എടുത്ത് മാറ്റാൻ രഹസ്യമായിട്ടൊന്നും പറയല്ല, അദ്ദേഹം പബ്ലിക്കായിട്ട് പറഞ്ഞു അവിടെ ഒരു ഡിസ്പ്യൂട്ട് നടക്കാൻ പോകും, അത് ശരിയല്ല, മാറ്റണമെന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രി അല്ലല്ലോ മാറ്റാൻ പറയേണ്ടത്. പക്ഷേ മുഖ്യമന്ത്രിയെ കൊണ്ട്, അന്ന് കോൺഗ്രസ്സാണ് UP ഭരിക്കുന്നത്, കോൺഗ്രസ് മുഖ്യമന്ത്രിയെ കൊണ്ട് ഉത്തരവിടിയിച്ചു ഈ ഇവിടുത്തെ വിഗ്രഹങ്ങൾ എടുത്ത് മാറ്റണമെന്ന്. പക്ഷേ അന്നത്തെ ഇവിടുത്തെ ജില്ലാ കലക്ടർ, അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ പേര്, KK നായർ, അതൊരു മലയാളിയാണ്. അദ്ദേഹം ഇവിടുത്തെ ഫൈസാബാദ് മജിസ്ട്രേറ്റും ജില്ലാ കലക്ടറുമാണ്, അന്നത്തെ IAS കാരനാണ്. അദ്ദേഹം അതിനെ എതിർത്തു. നമുക്കറിയാം, ഇപ്പോൾ പോലും നമ്മുടെ ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഒരു മന്ത്രിമാരെ പോലും എതിർക്കാൻ അല്ലെങ്കിൽ അവർ പറയുന്നൊരു കാര്യം ചെയ്യാതിരിക്കാൻ നട്ടല് കാണിക്കാത്ത IAS കാരുടെ കാലമാണ് ഇപ്പം, ഇത്രയൊന്നും വർഷങ്ങൾ കഴിഞ്ഞിട്ട്. പക്ഷേ അന്ന് ആദ്യത്തെ ആ കാലഘട്ടത്തിൽ തന്നെ KK നായർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ഇത് ഭയങ്കര വർഗീകലാപം ഉണ്ടാകും, അതുകൊണ്ട് ഒരു കാരണവശാലും വിഗ്രഹം മാറ്റാൻ പറ്റില്ല എന്ന്. പ്രധാനമന്ത്രിയുടെ ആഗ്രഹം മുഖ്യമന്ത്രിയിലൂടെ ഓർഡറായി വന്നിട്ട് പോലും അദ്ദേഹം അത് അനുവദിച്ചില്ല. അപ്പം അതോടുകൂടി അതൊരു ആ വിഗ്രഹങ്ങളിലൂടെ അവിടെ ഇരുത്തിയിട്ട് അത് ലോക്ക് ചെയ്തു. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും ആർക്കും കയറേണ്ട, അകത്ത് വിഗ്രഹങ്ങൾ ഇരിപ്പുണ്ട്, വെളിയിൽ ഗേറ്റ് വെച്ച് ഇത് ലോക്ക് ചെയ്തു. KK നായരുടെ ആ ഒരു നടപടി പിന്നെ പോകേണ്ടത് കോടതിയിലാണ്. കോടതിയിലേക്ക് പോയി, കോടതികളിങ്ങനെ അറിയാം, ഇതൊരു വലിയ സംഭവമാണ്, വലിയ ഇതിനൊത്തിരി ഡയമെൻഷൻ ഉള്ളതാണ്. അതിനിടയ്ക്ക് പല രാഷ്ട്രീയം കയറി വന്നു. രാഷ്ട്രീയമൊക്കെ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. പക്ഷേ അവസാനം അത് 80-കൾക്ക് ശേഷമാണ് വീണ്ടും ഒരു സജീവമായിട്ട് ഹിന്ദുക്കളുടെ ഭാഗത്ത് നിന്നൊരു നീക്കം വരുന്നത്. അത് അവസാനം അയോധ്യ മൂവ്മെൻറ്റായിട്ട് കത്തിപ്പാടരുകയും അതിപ്പോൾ അതിൻ്റെ ഒരു അവസാനം സുപ്രീം കോടതിയുടെ കൂടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് അത് എല്ലാവർക്കും സ്വീകാര്യമാകുന്ന സമാധാനവും ആധ്യാത്മികതയും എല്ലാം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സ്വീകാര്യം, അങ്ങനെയുള്ള എല്ലാവർക്കും ആരും ഒരു ഇല പോലും അനങ്ങിയിട്ടില്ല ഇതിൻ്റെ പേരിൽ സുപ്രീം കോടതി വിധിന് ശേഷം. അങ്ങനെ സർവ്വസ്വീകാര്യമായ ഒരു വിധി വന്നതോടുകൂടി ഇപ്പോഴത്തെ ഗവൺമെൻറ്റും അതിനനുസരിച്ച് ആക്ട് ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ അവിടെ എല്ലാവരുടെയും ആഗ്രഹവും പ്രതീക്ഷയുമായ ക്ഷേത്രം ഉയരുകയാണ്. അതതിൻ്റെ ഒരു ചെറിയൊരു നക്കൽ ചരിത്രം അതാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ സാറിപ്പോൾ എൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പറയുകയുണ്ടായി. BT രമ മാഡത്തിനോട് ചോദിക്കുകയാണ്, അയോധ്യയിൽ ചരിത്ര മുഹൂർത്തമായി പ്രാണപ്രതിഷ്ഠ ജനുവരി 22-ന് നടക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന രീതിയിൽ എങ്ങനെയാണ് മാഡം ഈ ഒരു മുഹൂർത്തത്തെ, ഈ ഒരു ചരിത്ര നിമിഷത്തെ നോക്കിക്കാണുന്നത്? അതിനെക്കുറിച്ചൊന്ന് പറയാം. ഈ പ്രാണപ്രതിഷ്ഠ അയോധ്യയിൽ നടക്കുമ്പോൾ
ഭാരതത്തിൻ്റെ അമൃതകാലത്തിൻ്റെ തുടക്കവും വളർച്ചയുമാണ് നമ്മളൊക്കെ കാണുന്നത്. അമൃതകാലം നശിക്കാത്ത കാലമാണ്, നശിക്കാത്ത സംസ്കാരത്തിൻ്റെ കാലമാണ്. ത്രേതായുഗത്തിൽ നിന്ന് യുഗപ്പകർച്ചകളിലൂടെ കടന്നു വന്ന ശ്രീരാമകഥ അതൊരു സംസ്കാരമായിരുന്നു, ഒരു കാഴ്ചപ്പാടായിരുന്നു, അതൊരു ഭരണ രീതിയുമായിരുന്നു. എങ്ങനെ ജനഹിതം നോക്കി ഭരിക്കാമെന്ന് നമ്മളെ കാണിച്ചു തന്ന മര്യാദാ പുരുഷോത്തമൻ്റെ കാലം. ആ മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമൻ ഇന്ന് ഭാരതത്തിന് എത്രത്തോളം ആവശ്യമാണ് എന്ന് നമ്മുടെ ഭക്തജനങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. ശ്രീരാമ പ്രതിഷ്ഠ രാമനല്ല, ബാലകരാമനെയാണ് അവിടെ പ്രതിഷ്ഠിക്കുന്നത്. ആ ബാലകരാമനെ പ്രതിഷ്ഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, തുടങ്ങുന്നത് ബാലകനിൽ നിന്നാണ്. ഇനിയും വളരാനിരിക്കുന്ന ശ്രീരാമ വ്യക്തിത്വത്തെയും വളരാനിരിക്കുന്ന രാമരാജ്യത്തിൻ്റെ പ്രസക്തിയെയുമാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം മനസ്സ് നിറയുക എന്ന് പറയുന്ന ഒരു അനുഭൂതി ജന്യമായ ഒരു വിഷയമാണ്. സർ നേരത്തെ പറഞ്ഞതുപോലെ എത്രയോ കാലമായിട്ട് ഇവിടുത്തെ സനാതന സംസ്കാരത്തെ തച്ചുടയ്ക്കാൻ ശ്രമിച്ചവർ നമ്മളുടെയൊക്കെ മനസ്സുകളിൽ ഏൽപ്പിച്ച പോറലുകൾക്ക് ഒരു വേദനാ സംഹാരി എന്ന രീതിയിലായിരിക്കും ഈ അയോധ്യ ക്ഷേത്ര മന്ദിരം ഉയരുമ്പോൾ നമ്മളൊക്കെ അതിനെ നോക്കിക്കാണുന്നത്. 14 വർഷത്തെ വനവാസം ശ്രീരാമന് വിധിക്കപ്പെട്ടപ്പോൾ ആ 14 വർഷത്തെ ലളിത ജീവിതവും ഉയർന്ന ചിന്തയും സ്വായത്തമാക്കിക്കൊണ്ട് ഋഷികുലങ്ങളിൽ നിന്ന് കിട്ടുന്ന അനുപേക്ഷണീയമായ അറിവുകൾ പങ്കിട്ടുകൊണ്ടാണ് അദ്ദേഹം വളർന്നത്. അങ്ങനെയാണ് 14 വർഷത്തിന് ശേഷം സുവർണ ശുദ്ധിയോടെ സുവർണ ശോഭയോടെ രാമൻ ശ്രീരാമനായി തിരിച്ചു വന്നത്. അതൊരു വലിയ മാറ്റത്തിന്റെ കഥയാണ്. രാമനിൽ നിന്ന് ശ്രീരാമനിലേക്കുള്ള മാറ്റം. ആ ശ്രീരാമനാണ് ഭാരതത്തിന്റെ പ്രാണപടം. രാമനും കൃഷ്ണനും ഒരുപോലെ ഭാരതത്തിന്റെ പ്രാണപടങ്ങളാണ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ രാമലല്ലായുടെ പ്രാണപ്രതിഷ്ഠ ഭാരതത്തിന് ഒരിക്കൽ കൂടി പ്രാണൻ പകരുന്ന, ജീവൻ പകരുന്ന, ജീവസ് നൽകുന്ന ചൈതന്യത്തിന്റെ മുഹൂർത്തമാണ് എന്ന് പറയേണ്ടി വരും. മാത്രമല്ല, ഈ ശ്രീരാമനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വശത്ത് നമുക്ക് ആധ്യാത്മികമായ ചില തലങ്ങൾ സ്പർശിക്കേണ്ടി വരും, സാമൂഹ്യമായ ചില കാര്യങ്ങൾ അയവിറക്കേണ്ടി വരും, ചരിത്രപരമായ ചില കാര്യങ്ങളിലേക്കും ചരിത്ര തെറ്റുകളിലേക്കും ഓർമ്മത്തെറ്റുകളിലേക്കും ചൂണ്ടുവിരലിട്ടുകൊണ്ട് മാ നിഷാദ എന്ന് പറയേണ്ടിയും വരും. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോഴേ ശ്രീരാമന്റെ ഇന്നത്തെ പ്രസക്തി പൂർണ്ണമാവുന്നുള്ളൂ. 14 വർഷത്തെ വനവാസമാണ് നേരത്തെ വിധിച്ചതെങ്കിൽ ഏതാണ്ട് ഒരു 550ഓളം വർഷങ്ങളുടെ വനവാസമാണ് പിൽക്കാലത്ത് മുഗളാധിപത്യത്തിന്റെ കീഴിൽ അയോധ്യയിലെ ശ്രീരാമന് വിധിച്ചത്. തിരിച്ചു വരികയാണ്, ഒരു തിരിച്ചുവരവിന്റെ കാലഘട്ടമാണ്. സാർ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങളോളം നീണ്ടുനിന്ന സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ അവസാനമായിട്ട് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടി. പക്ഷെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഭാരതത്തിന്റെ സാംസ്കാരിക സ്വാതന്ത്ര്യവും ആധ്യാത്മിക സ്വാതന്ത്ര്യവും നമുക്ക് പൂർണ്ണമായും തിരിച്ചു കിട്ടിയില്ല. ഇപ്പൊ കേരളത്തിലെ സ്ഥിതി തന്നെ ആലോചിച്ച് നോക്കൂ. ശബരിമലയിലെ ആചാരങ്ങളെ പോലും ഇറുകെ പിടിക്കാനും നെഞ്ചോട് ചേർക്കാനും ഇവിടുത്തെ ഭക്ത ഹിന്ദുവിന് സാധിക്കുന്നില്ല എന്ന് ആലോചിച്ച് നോക്കും. അതിനുവേണ്ടി പടവെട്ടേണ്ടി വരുന്ന ഒരു കാലഘട്ടം ഇപ്പോഴ് ഈ 2000-ന് ശേഷമുള്ള കാലഘട്ടത്തിലും നമ്മൾ കാണുകയാണ്. അപ്പോൾ എത്രയോ വർഷത്തെ പടയൊരുക്കം അതിൻ്റെ പിറകിലുണ്ട്. ഒരു പക്ഷേ കുറ്റപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിലും ചരിത്രത്തിലേക്ക് പോകുമ്പോൾ, ചരിത്രപരമായ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ആ പഴയ പ്രധാനമന്ത്രിയെ നമുക്ക് ചെറുതായിട്ട് കുറ്റപ്പെടുത്തേണ്ടി വരും. അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു സെന്റൻസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ. എന്താണ്? ഐ ആം ഇംഗ്ലീഷ് ബൈ എഡ്യൂക്കേഷൻ, മുസ്ലിം ബൈ കൾച്ചർ. ഓർക്കണം, ഇംഗ്ലീഷ് ബൈ എഡ്യൂക്കേഷൻ, മുസ്ലിം ബൈ കൾച്ചർ ആൻഡ് ഹിന്ദു ബൈ ആക്സിഡന്റ്. ഇതാണ് നെഹ്റു പറഞ്ഞത്. അതാണ് അദ്ദേഹം. ആ വ്യക്തിത്വമാണ് ഭാരതത്തിൽ അദ്ദേഹം അടിച്ചേൽപ്പിച്ചത്. പിൽക്കാലത്തുള്ള കോൺഗ്രസ് ലൈനിൽ നമ്മൾ കണ്ടുകൊണ്ട് വന്നതും അതാണ്. വിദ്യാഭ്യാസപരമായിട്ട് അദ്ദേഹം ഇംഗ്ലീഷ് അനുഭാവിയായിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നമുക്ക് വിധിക്കുക മാത്രമല്ല അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അടിച്ചേൽപ്പിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ രാഷ്ട്രത്തിന്റെ തനത് സംസ്കാരത്തെ സൂചിപ്പിക്കുന്ന നേതി എന്ന് പറഞ്ഞ് നേരിനെ തിരിച്ചറിയാൻ വേണ്ടി ഗവേഷണം നടത്തിയ പൂർവ്വസൂരികളുടെ വിദ്യാഭ്യാസ വിസ്മയത്തിന്റെ കാലഘട്ടമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. മനസ്സിലാക്കണം നമ്മൾ.
മുസ്ലിം ബൈ കൾച്ചർ എന്ന് പറയുമ്പോൾ അദ്ദേഹം സ്വാഭാവികമായും പറഞ്ഞു 47-ലെ വിഭജനത്തിന് ശേഷം ഇവിടുത്തെ ഇസ്ലാമിക വിഭാഗങ്ങൾ മുഴുവൻ പോയപ്പോൾ ബാക്കിയുള്ള ഭാഗം പോലും ഇവിടെയുള്ളവർക്ക് കൊടുത്തതിൽ നിന്ന് ന്യൂനപക്ഷം എന്ന ഒരു പ്രത്യേക വിഭാഗത്തിന് പ്രത്യേക അവകാശം കൊടുത്തു. നമ്മൾ കണ്ടു മുസ്ലിം ബൈ കൾച്ചർ. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഹിന്ദു ബൈ ആക്സിഡന്റ്. അപ്പൊ അദ്ദേഹം ഒന്നും ആയിരുന്നില്ല, ബൈ ആക്സിഡന്റ്. ആകസ്മികമായ ഒരു ചരിത്ര വിസ്മയം പോലെ, ആകസ്മികമായ ഒരു അപകടം എന്ന രീതിയിലാണ് അദ്ദേഹം ഹിന്ദു എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തിന് എന്താണ് കാഴ്ചപ്പാട്? അതാണ് സോമനാഥിൽ സംഭവിച്ചത്. ബാബു രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന പ്രസിഡന്റ് സോമനാഥിൽ പോകരുതെന്ന് പറയാനുള്ള ആ ഒരു ധാർഷ്ട്യം അദ്ദേഹം കാണിച്ചു. സരയുവിലേക്ക്, നദിയിലേക്ക് വലിച്ചെറിയൂ രാമവിഗ്രഹം എന്ന് പറയാനുള്ള വൃത്തികെട്ട ഒരു മനസ്സ് അദ്ദേഹം കാണിച്ചു. അതിൻ്റെ ഒക്കെ ആ ഒരു നൈരന്തര്യമാണ്, ആ തുടർച്ചയാണ് നമ്മളിപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ ഇടയിലും അതേ സ്വഭാവമുള്ള അവരുടെ സഖ്യകക്ഷികളായി ഇടതിൻ്റെ കയ്യിൽ നമ്മൾ കാണുന്നത്. അപ്പൊ ആ ഒരു എന്താ പറയുക, നമ്മളൊരു ഇൻടോളറൻസ്, ഒരു അസഹിഷ്ണുത നമ്മളിപ്പോൾ കാണുകയാണ്. പക്ഷേ ശ്രീരാമൻ ജനമനസ്സുകളിലുണ്ടായിരുന്നു. ശ്രീരാമനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മറക്കാൻ പാടില്ലാത്ത കുറെ സംഭവങ്ങളുണ്ട്. ത്യാഗോജ്വലമായ ജീവിതത്തിലൂടെ ജീവൻ പരിത്യജിച്ച് ഈ സാംസ്കാരിക വിസ്മയം തിരിച്ചു പിടിക്കാൻ വേണ്ടി പ്രവർത്തിച്ചവര്. മറക്കാൻ പാടില്ല ഗോത്ര, മറക്കാൻ പാടില്ല ഖിലാഫത്ത്, ഒരുപാട് കാര്യങ്ങളെ മറക്കാതെ ഇരിക്കേണ്ടവരാണ് നമ്മൾ. കാരണം അതൊക്കെ കടന്നിട്ടാണ് ഒരു ലക്ഷ്യപൂർത്തിയിലേക്ക് എത്തുന്നത്. അതിന് ഒരു നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രതിഭാസം അവതരിക്കേണ്ടി വന്നു. അവിടെയാണ് ഒരു മോദി ഗവൺമെന്റിന്റെ മോഡിഫൈഡ് എന്ന് പറയുന്ന ഇന്ത്യയിലേക്ക് ഒരു ഓർക്കണം. 1900 രഥയാത്ര സോമനാഥിൽ നിന്ന് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട രഥയാത്ര തുടങ്ങിയപ്പോൾ ആ രഥയാത്രയില് ലാൽകൃഷ്ണ അദ്വാനിജിയുടെ ഒപ്പം നരേന്ദ്ര ദാമോദർദാസ് മോഡി കൂടി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മറക്കരുത്. അതാണ് ശരിക്കു പറഞ്ഞാൽ ആർജവത്തോട് തിരിച്ചു പിടിക്കാനുള്ള ആ ഒരു മനസ്സ് ഒരുമിച്ച് കണ്ടത് നമ്മൾ അവിടെയാണ്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആ ഒരു തുടർച്ചയുണ്ടല്ലോ, അതാണ് നമുക്ക് ശ്രീരാമനെ തിരിച്ചു തന്നത്. ആ ശ്രീരാമനെയാണ് നമ്മൾ ഉപാസിക്കുന്നത്. ചരിത്രപരമായും സാമൂഹ്യമായും ആധ്യാത്മിക പ്രാതിനിധ്യത്തോടെയും നമ്മൾ അദ്ദേഹത്തെ കാണാണ്. കാരണം ശ്രീരാമൻ കോണ്യസ്മിൻ സമ്പ്രദം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവർദ്ധ എന്നിങ്ങനെ 10-12 ഗുണഗണങ്ങൾ എണ്ണി പറഞ്ഞ് അതിന്റെ മുഴുവൻ പ്രതീകമാണ്, മൂർത്തിമത് ഭാവമാണ് എന്ന് പറയുമ്പോൾ ഇന്ന് നഷ്ടപ്പെട്ട എത്തിക്സ്, ഇന്ന് നഷ്ടപ്പെട്ട ധർമ്മം, ഇന്ന് നഷ്ടപ്പെട്ട സത്യം, ഇന്ന് നിലനിൽക്കുന്ന കാപട്യം, ഇന്ന് നിലനിൽക്കുന്ന അഴിമതി, ഇതിനെയൊക്കെ ചേർത്ത് വെച്ച് കൊണ്ട് നോക്കുമ്പോഴാണ് നമുക്ക് വേണ്ടത് രാമനാണ്, നമുക്ക് വേണ്ടത് രാമരാജ്യമാണ്, നമുക്ക് വേണ്ടത് ഇനിയും വഴി കാണിക്കാനുള്ള ആധ്യാത്മിക സ്വാതന്ത്ര്യത്തിൻ്റെയും സാംസ്കാരിക തനിമയുടെയും ശ്രീരാമനാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അടുത്തായിട്ട് സുവർണപ്രസാദ് സാറിനോട് ചോദിക്കുകയാണ്. ഈ അയോധ്യയിൽ ചരിത്രപരമായ പ്രാണപ്രതിഷ്ഠ ജനുവരി 22 നടത്തുമ്പോൾ ആ ഒരു ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഈ ദിനത്തിൻ്റെ പ്രാധാന്യത്തെ, പ്രസക്തിയെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതായത് ഭാരതീയർ 500 വർഷത്തോളമായി ഭാരതീയരുടെ കാത്തിരിപ്പിന് വിരാമം ഉണ്ടാകാൻ പോവുകയാണ്. കാരണം ഭാരതീയർ കാത്തിരിക്കുകയാണ് ശ്രീരാമ ജന്മഭൂമിയിൽ ഒരു ശ്രീരാമ ക്ഷേത്രം ഉയരുന്നത് കാണാൻ. അതിനുവേണ്ടി എത്രയോ വലിയ പോരാട്ടങ്ങൾ നടന്നു കഴിഞ്ഞു. ഒടുവിൽ നൂറ്റാണ്ടുകളായിട്ടുള്ള കോടതി വ്യവഹാരങ്ങളുടെ പരിസമാപ്തി എന്ന നിലയിൽ 2019 നവംബർ മാസം 9-ാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് ക്ഷേത്രമാണെന്നും അവിടെ ഉയരേണ്ടത് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രമാണെന്ന ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു വിധിയുണ്ടായി. അതിനുശേഷം അത് എല്ലാവരും ഉൾക്കൊള്ളുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ത്യയുടെ സമഭാവനയുടെ ഭാഗം പോലെ എല്ലാവരും ഈ വിധി അംഗീകരിക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മറ്റന്നാൾ നടക്കുന്ന പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കുമെന്ന് ബാബർ മസ്ജിദിനു വേണ്ടി വാദിച്ച അല്ലെങ്കിൽ അതിനു വേണ്ടി നിയമ നടപടി സ്വീകരിച്ച ഇക്ബാൽ അൻസാരി പറഞ്ഞത്. ഇക്ബാൽ അൻസാരിയാണ് ഭാരതത്തിലെ ദേശീയ മുസ്ലിങ്ങളുടെ പ്രതീകം. അദ്ദേഹം അതിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ ജനവിഭാഗങ്ങളെയും ഒന്നിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ശ്രീരാമൻ എല്ലാവരുടെയും മുൻഗാമിയാണ്, അല്ലെങ്കിൽ എല്ലാവരുടെയും പൊതുസ്വത്താണ് ശ്രീരാമൻ എന്ന ചിന്തയിലൂടെ എല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ടാണ് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്നത്. അപ്പോൾ പക്ഷേ കേരളത്തിൽ ചില
കപട മതേതരവാദികളെന്ന് അഭിനയിക്കുന്നവർ അവർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമേ പറഞ്ഞു, ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിൽ ഞങ്ങൾ പോകില്ല, അല്ലെങ്കിൽ അതിൻ്റെ പ്രാണപ്രതിഷ്ഠാ ദിനം ശരിയല്ല എന്നൊക്കെയുള്ള പൊളിറ്റിക്കൽ ആരോപണങ്ങൾ അവരുന്നയിച്ചു. അവരെ നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും ഹിന്ദു വിരുദ്ധത അല്ലെങ്കിൽ ഭാരത വിരുദ്ധത സ്വീകരിച്ച ഒരു പാർട്ടിയാണ്. അവർക്ക് ഇന്ത്യയോടല്ല അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കളോട് ഒരു പ്രതിപത്തിയുമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേ പാത, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതേ പാതയിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. സോമനാഥ ക്ഷേത്രം നിർമ്മിക്കാൻ മുൻകൈയെടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിലെ വലിയ വിഭാഗം അതിന് മുൻകൈയെടുത്തെങ്കിൽ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒന്നായി ശ്രീരാമ പ്രാണ പ്രതിഷ്ഠയെ എതിർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെളിയിച്ച വഴിയിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പോകുന്നു. ഇവിടുത്തെ ഭൂരിപക്ഷ ജനവിഭാഗത്തിൻ്റെ വിശ്വാസത്തെ അവഗണിക്കുകയാണ് അവർ ചെയ്തത്. അവർ ഹമാസ് റാലിയിൽ പങ്കെടുക്കുന്നവരാണ്. അവർ അത്തരത്തിലുള്ള CAA റാലികളിൽ പങ്കെടുക്കുന്നവരാണ്. അത്തരം റാലികളിലൊന്നും പങ്കെടുത്തിട്ട് മതേതരത്വം ഒലിച്ചു പോകാത്തവർ അയോധ്യയിലെ ഇവിടുത്തെ ഭൂരിപക്ഷ ജനവിഭാഗത്തിൻ്റെ 500 വർഷത്തെ കാത്തിരിപ്പിൻ്റെ പരിസമാപ്തിയിലേക്ക് പോകുന്നില്ല, അതിനെ ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. പക്ഷേ അതിനോട് കേരളത്തിലെ സാമുദായിക നേതാക്കളെടുത്ത് അല്ലെങ്കിൽ സാമുദായിക സംഘടനകൾ, കേരളത്തിലെ നവോത്ഥാന സംഘടനകൾ എടുത്ത സമീപനം നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതാണ്. NSS കേരളത്തിലെ ഏറ്റവും വലിയ നവോത്ഥാന സംഘടനകളൊന്നായ NSS അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെ ബഹിഷ്കരിക്കുന്നവരെ പരസ്യമായി തള്ളിപ്പറയാൻ തയ്യാറായി. അത്തരക്കാർ ഈശ്വര നിന്ദ നടത്തുന്നവരാണ്, അത്തരക്കാർ കപട മതേതരവാദികളാണ്, കപട മുഖമുള്ള ആളുകളാണെന്ന് NSS പ്രഖ്യാപിച്ചു. അതേപോലെ തന്നെ SNDP മുന്നോട്ട് വന്നു. ശ്രീനാരായണ ഗുരുദേവൻ്റെ SNDP വളരെ കൃത്യമായി നിലപാട് വ്യക്തമാക്കി. ഞങ്ങൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ആദരപൂർവ്വം കൊണ്ടാടുമെന്ന് SNDP പറഞ്ഞു. അതിന് തുരങ്കം വെക്കുന്നവർ ഈ രാജ്യത്തിൻ്റെ ശത്രുക്കളാണെന്ന് SNDP പറഞ്ഞു, ധീവരസഭ പറഞ്ഞു. അങ്ങനെ സാമുദായിക സംഘടനകൾ എല്ലാം തന്നെ ഇത്തരം കപട രാഷ്ട്രീയവാദികളെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അത് ഒരു വലിയ നേട്ടമാണ്. അതേപോലെ തന്നെ മുസ്ലിം സമുദായത്തിൽ നിന്ന് കിട്ടുന്ന പിന്തുണ, മുസ്ലിങ്ങൾ എല്ലാവരും ഒന്നടങ്കം അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തെ എതിർക്കുമെന്ന് കരുതിയവർക്ക് നിരാശരാകുകയാണ്. ഇന്ത്യ വിരുദ്ധ ശക്തികളെ നിരാശരാക്കിക്കൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഈ ആഘോഷത്തിൽ പങ്കാളികളാകുകയാണ്. അതിൻ്റെ തെളിവാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇക്ബാൽ അൻസാരിയൊക്കെ ഈ പ്രാണപ്രതിഷ്ഠാ ദിന ചടങ്ങിൽ പങ്കെടുക്കുന്നത് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇത് ഇപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രം വരുമ്പോൾ അത് ഹിന്ദുക്കൾക്ക് മാത്രമുള്ള എന്തെങ്കിലും പ്രത്യേകത ആയിട്ട് ഞാൻ കാണുന്നില്ല. മറിച്ച് അത് ഭാരതത്തിന് മുഴുവൻ അഭിമാനമായ ഒരു സ്തംഭമാണ്. കാരണം ശ്രീരാമൻ ഒരിക്കലും ഹിന്ദുക്കളുടെ മാത്രമല്ല, ഇങ്ങ് കേരളത്തിൽ ആയാൽ പോലും ശ്രീരാമൻ്റെ പേരിൽ അറിയപ്പെടുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട് ഇങ്ങ് കേരളത്തിൽ. അല്ലെങ്കിൽ രാമൻ എന്ന് പറയുന്നത് മലയാളികളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. രാമനാമം ചൊല്ലാത്തവർ അല്ലെങ്കിൽ അത് കേൾക്കാത്ത ഒരു മലയാളി പോലും ഉണ്ടാകില്ല. എല്ലാ ദിവസവും വൈകിട്ട് ശ്രീരാമനാമം ചൊല്ലുന്നത് മലയാളികളുടെ പതിവാണ്. അതേപോലെ തന്നെ ഒരു മാസം മലയാളികൾ മാറ്റിവെച്ചിരിക്കുന്നത് ശ്രീരാമന് വേണ്ടി മാത്രമാണ്. രാമായണ മാസം എന്ന് പറഞ്ഞ് ആചരിക്കുന്നവരാണ് മലയാളികൾ. ഒരു മാസം മുഴുവൻ അവർ മാറ്റിവെക്കുകയാണ്. അതേപോലെ നാലമ്പല യാത്ര നടത്തുന്നവരാണ്. അത്തരത്തിൽ മലയാളികളുമായി ഒരു ആത്മബന്ധമുണ്ട് രാമന്. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ എന്താ പറയുക, രാമൻ്റെ എനിക്ക് തോന്നുന്നു മറ്റേ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് രാമായണമായിരിക്കാം. മലയാളികൾക്ക് ഇത്രയും ആത്മബന്ധമുള്ള ഒരു ദൈവം, ശ്രീകൃഷ്ണന് ശേഷം ഉള്ള ഒരു ദൈവം ഒരുപക്ഷെ ശ്രീരാമൻ തന്നെയായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ അവരൊക്കെ ആദരവോടെ നോക്കിക്കാണുന്ന മര്യാദ പുരുഷോത്തമനാണ് ശ്രീരാമൻ. അത്തരത്തിൽ ശ്രീരാമ ജന്മഭൂമിയിൽ ശ്രീരാമ ക്ഷേത്രം ഉയരുമ്പോൾ അയോധ്യയിൽ വരുന്ന മാറ്റങ്ങളും നാം കാണാതിരിക്കരുത്. ഭാരതം ഇന്ന് എന്താ പറയുക, മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുമ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രം ഒരു എക്കണോമിക്കൽ ബൂം ഉണ്ടാക്കുന്നതായി നമുക്ക് കാണാം. കാരണം അയോധ്യ എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണം, ആരാലും കാണാത്ത ഒരു ചെറിയ പട്ടണം, ഒരു വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക അല്ലെങ്കിൽ ആധ്യാത്മിക സ്പിരിച്വൽ ടൂറിസത്തിൻ്റെ കേന്ദ്രമായി മാറുകയാണ്. ആഗോള സ്പിരിച്വൽ ടൂറിസത്തിൻ്റെ കേന്ദ്രമായി അയോധ്യ മാറുകയാണ്. അയോധ്യയിൽ ഇന്ന് 1 ലക്ഷത്തോളം തൊഴിലാളികൾക്കാണ് തൊഴിലവസരമുള്ളത്. 25,000-ഓളം തൊഴിലാളികൾക്ക് ഹോസ്പിറ്റാലിറ്റി
മേഖലയിൽ മാത്രം അവസരമുണ്ട്. അതേപോലെ തന്നെ വലിയ വലിയ ഹോട്ടലുകൾ വരുന്നു, വലിയ വലിയ ബിസിനസ് വരുന്നു. ഇത് ഉത്തർപ്രദേശിൻ്റെ മൊത്തം അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ മുഴുവൻ എക്കണോമിക്കലി ഒരു സ്ഥിതിവിശേഷത്തെ ആകെ പാടെ മാറ്റിമറിക്കുന്നതാണ്. അയോധ്യയിൽ നമ്മൾ ചെയ്തത് എന്താണ്? അവിടുത്തെ സർക്കാർ, അവിടുത്തെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കൃത്യമായി വികസനം നടപ്പിലാക്കി, അടിസ്ഥാന വികസനം ഒരുക്കി. ഇത്രയും കാലം 1000-ഓ 2000-ഓ പേർ വന്നിരുന്ന സ്ഥാനത്ത് നാളെ മുതൽ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ 2.5 ലക്ഷം ആൾ വരെ ഒരു ദിവസം അവിടെ വരും. അതിനുള്ള അടിസ്ഥാന വികസനം അവിടുത്തെ സർക്കാരുകൾ ഒരുക്കി, അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടം ഒരുക്കി. അത് നമ്മൾ മാതൃകയാക്കേണ്ടതാണ്. എന്നാൽ കേരളത്തിലെ അവസ്ഥ എന്താണ്? കേരളത്തിലും ഇതേപോലെ തന്നെ വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. നമുക്കറിയാം, കോടിക്കണക്കിന് ആൾക്കാർ വരുന്ന ശബരിമലയുണ്ട്, ഗുരുവായൂരുണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്. എന്നാൽ ഇവിടെയൊക്കെ എന്താണ് അവസ്ഥ? ഇവിടെയൊക്കെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. പകരം സർക്കാർ പരമാവധി അയ്യപ്പ ഭക്തരെയൊക്കെ ദ്രോഹിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പമ്പയുടെ അവസ്ഥ എന്താണ്? അയോധ്യയിലെ സരയൂ നദിയുടെ അവസ്ഥ എന്താണ്? അയോധ്യയിൽ പോയി വന്നിട്ടുള്ളവർക്കറിയാം സരയൂ നദിയുടെ അവസ്ഥ എന്താണ്. 2014 മുന്നേ കാശിയുടെ അവസ്ഥ എന്താണ്? ഗംഗയുടെ അവസ്ഥ എന്താണ്? ഇന്ന് വാരാണസി എവിടെ എത്തി നിൽക്കുന്നു? ഇന്ന് ഇന്ത്യയുടെ ആധ്യാത്മിക ഹൃദയഭൂമിയാണ്, അല്ലെങ്കിൽ കൾച്ചറൽ സെൻ്ററാണ് വാരാണസി. അത് മാറ്റിയെടുത്തതാണ്. അത് അവിടുത്തെ ഭരണകൂടം നടപ്പിലാക്കിയ വികസനത്തിൻ്റെയും അവരുടെ ഇച്ഛാശക്തിയുടെയും വിജയത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയതാണ്. എന്നാൽ കേരളത്തിലെ പമ്പയുടെ അവസ്ഥ, അല്ലെങ്കിൽ മറ്റേ ഭാരതപ്പുഴയുടെ അവസ്ഥയൊക്കെ എന്താ? ഭാരതപ്പുഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാംസ്കാരിക കേന്ദ്രമല്ലേ? അവിടുത്തെ അവസ്ഥ എന്താ? നമ്മുടെ സർക്കാർ നമ്മുടെ പൈതൃകത്തോടും നമ്മുടെ സാംസ്കാരിക തനിമയോടും ചെയ്യുന്ന ദ്രോഹമാണ്. അയോധ്യയിൽ നിന്നെങ്കിലും പാഠം ഉൾക്കൊണ്ട് കേരളത്തിലെ സർക്കാരും ഇതേപോലെ തന്നെ നമ്മുടെ പൈതൃകത്തെയും നമ്മുടെ സാംസ്കാരിക തനിമയെയും നിലനിർത്താനുള്ള ശ്രമം കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. കേരളത്തിലും ഇത്തരത്തിലുള്ള ആധ്യാത്മിക അല്ലെങ്കിൽ സ്പിരിച്വൽ ടൂറിസം കേരള സർക്കാർ പ്രൊമോട്ട് ചെയ്യണം. അതിന് ഏറ്റവും സാഹചര്യമുള്ള സ്ഥലമാണ് കേരളം. സർ, ഇപ്പോൾ ശ്രീകുമാർ സാറിനോട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന വലിയൊരു ദർശനമുണ്ട്, വസുദൈവ കുടുംബകം എന്ന വലിയൊരു ദർശനം. ഈ ദർശനത്തെ, ആ ദർശനത്തിൻ്റെ ഗരിമയെ ഈ പ്രാണപ്രതിഷ്ഠയോട് ചേർത്ത് നമുക്ക് എത്തരത്തിൽ വായിക്കാം? അതിനെക്കുറിച്ച് എന്താ പറയാമോ സർ? അത് ടീച്ചർ വളരെ ഭംഗിയായിട്ടും വളരെ സ്പഷ്ടമായിട്ടും അത് കൃത്യമായിട്ട് പറഞ്ഞു. ഭാരതം എക്കാലത്തും എന്നും മുന്നോട്ട് വെക്കുന്ന ഒരു സന്ദേശമുണ്ട്, അല്ലെ ഭാരതത്തിൻ്റേതായ ഒരു മെസ്സേജ് ലോകത്തിന് മുഴുവൻ നേരിട്ടും ഭാരതീയർ മുഖേനയും അല്ലാതെയും എങ്ങനെ ഭാരതത്തെ ലോകം കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. ഭാരതം ഇന്നതായിരിക്കണം, ഭാരതം ഇന്നതാണെന്നുള്ളത്. അതിന് അനുകൂലമായ അതിനെല്ലാം സാക്ഷാത്കരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ അയോധ്യ നടക്കാൻ പോണത്. കാരണം ഇതാണ് ഭാരതം. കാരണം നമുക്കറിയാം, ഇത് തകർക്കപ്പെട്ട ക്ഷേത്രത്തിനെതിരെ ഇവർ രണ്ടും പറഞ്ഞതുപോലെ, ഞാൻ പറഞ്ഞതുപോലെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇപ്പോൾ അത് പ്രാണപ്രതിഷ്ഠ നടക്കുന്നു, അവിടെ ഒരു വലിയ ക്ഷേത്രം പണിയുന്നു എന്ന് പറയുമ്പോഴത്തേനും ഭാരതീയരെല്ലാവരും ഒന്നിക്കുകയാണ്, ഭാരതീയ മനസ്സുകളെല്ലാം ഒന്നിക്കുകയാണ്. അവിടെ ഇവിടെയും ചില വൈകൃതങ്ങളുണ്ടെന്ന് ഒഴിച്ചാൽ ഇതിനു വേണ്ടി അവിടെ ക്ഷേത്രമല്ല, ഞങ്ങൾക്ക് പള്ളി പണിയാൻ സ്ഥലം വേണം, പള്ളി പണിയണമെന്ന് പറഞ്ഞ് കോടതിയിൽ പോയ ആൾ പോലും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് സാക്ഷിയാകാൻ, അതായത് അത് എൻ്റേതാണെന്നുള്ള രീതിയിലോട്ട് അങ്ങോട്ട് വരികയാണ്. ലോകം മുഴുവൻ നമ്മൾ ഇപ്പം ഇതിന് മുൻകൈയെടുത്ത അതിന് നിർമ്മാണ സമിതിയോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റോ ഈവൻ BJPയോ ഒക്കെ പോലും പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് ഇപ്പം ലോകത്ത് ഈ ഒരു സംഗതിയെ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് ഭാരതത്തിൻ്റെ ഇപ്പം ഈ അമൃതകാലത്തിലേക്ക് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളിലേക്കുള്ള കുതിപ്പിന് വലിയ ആക്കം കൂട്ടും. അത് നിസ്സാരമല്ല. ഒരു രാഷ്ട്രീയ നേട്ടം എന്നൊക്കെ പറയാം, നമുക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്യണമെങ്കിൽ ആ സമയത്ത് ചർച്ച ചെയ്യാം. പക്ഷേ ഇതൊരു പൊളിറ്റിക്കൽ നേട്ടം എന്നൊക്കെയാണെങ്കിലും BJPക്ക് ഉണ്ടാകുന്നുള്ളതിൽ ആരും സമ്മതിക്കും. അത് കുഴപ്പവുമില്ല. കാരണം ഇതിനുവേണ്ടി വേർപ്പൊഴിക്കുന്നതും ഇതിനുവേണ്ടി അധ്വാനിച്ചതും ഒക്കെ ഇങ്ങനെ ക്ഷേത്രം വരാൻ വേണ്ടി അവസാനം ഇത് 80കൾക്ക് ശേഷമെങ്കിലും എല്ലാ പേരുദോഷങ്ങളും കേട്ട് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തത് BJPയും BJPയെ പിന്തുണയ്ക്കുന്ന പ്രസ്ഥാനങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ നേട്ടം അവർ കൊയ്യട്ടെ. അത് പക്ഷേ എങ്കിൽ പോലും നമുക്കറിയാം ഈ ഒരു സമയത്ത് പോലും അങ്ങനെ ഒരു രാഷ്ട്രീയ താല്പര്യത്തിനല്ല അതിൻ്റെ ആൾക്കാർ മുൻപോട്ട് വന്നത്. കാരണം നമ്മൾ ഭാരതത്തിൻ്റെ ആ ഒരു ഇതുണ്ട്, എല്ലാവരും സ്വീകരിക്കുന്ന എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു കാര്യത്തിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയും
എല്ലാ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരെയും എല്ലാ സന്യാസി മഠത്തിൻ്റെ ആൾക്കാരെയും എല്ലാം ഈ ഇതിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തത്. ഞങ്ങളുടെ ഒരു സ്വകാര്യ പരിപാടിയായിട്ട് ആഘോഷിക്കാനല്ല ഈ ക്ഷേത്ര നിർമ്മാണ ന്യാസൊന്നും അവർ മുന്നോട്ട് വന്നത്. പക്ഷേ പല പല കാരണങ്ങൾ കൊണ്ട്, നാണക്കേട് കൊണ്ടോ അല്ലെങ്കിൽ ഇളിഭ്യത കൊണ്ടോ എന്തുകൊണ്ടാണെന്നില്ല പലരും പല കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞൊഴിഞ്ഞ് പോവുകയാണ്. അതവരുടെ രാഷ്ട്രീയം. അതിനവർ തിരിച്ചടി ജനങ്ങളിൽ നിന്ന് മേടിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഇവിടെ ഭാരതത്തിൻ്റെ, നിങ്ങളോട് സൂചിപ്പിച്ച പോലെ ഭാരതത്തിൻ്റെ എല്ലാ സിമ്പലും, ഭാരതത്തിൻ്റെ എല്ലാ ശക്തിയും സ്രോതസ്സും തെളിമയും എല്ലാം നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ കാഴ്ചവെക്കാവുന്ന ഒരു വലിയ മഹാസംഭവമായിരിക്കും ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ. പിന്നെ ഇവിടെ പറഞ്ഞതിൽ ഇതിനൊരു വലിയ രാഷ്ട്രീയമുണ്ട്. നമുക്ക് ഈ രാഷ്ട്രീയം, ഇപ്പം ടീച്ചർ BJPയുടെ വക്താവാണ്. ടീച്ചർ പറഞ്ഞ പോലെ ഇത് നരേന്ദ്രമോദിയുടെ ഒരു കരിസ്മ, ഇങ്ങനെ അതിലുപരിയായിട്ട് കൃത്യമായ രാഷ്ട്രീയം, ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും നിലനിൽപ്പിനെയും വളർച്ചയൊക്കെ അനുകൂലമായോ പ്രതികൂലമായോ ബാധിച്ച, അല്ല ഇനിയും ബാധിക്കാൻ പോകുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ അയോധ്യ. നമുക്കറിയാം, ഇപ്പോൾ ഈ ടീച്ചർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ജവഹർലാൽ നെഹ്റു എന്ന് വന്ന പ്രധാനമന്ത്രിയുടെ ഒരു പലതിലും കാശ്മീർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഒരു ഭാരതീയൻ, അല്ലെ ഭാരതത്തിന് അനുകൂലമായ ഒരു നിലപാടല്ല സ്വീകരിച്ചത്. അതുതന്നെയാണ് അയോധ്യയിൽ എടുത്തത്. അതിൻ്റെ ഒരു ഫലമായിട്ട് അദ്ദേഹം ഭരിച്ച 16 വർഷവും ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഹിന്ദുക്ക്. കാരണം അത് അവിടുന്ന് ഒരു നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. പിന്നീട് അതിന് ശേഷവും അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് ഹിന്ദുക്കൾക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. പക്ഷേ 80കൾക്ക് ശേഷം 83-ലാണ് ശരിക്കും അയോധ്യ പ്രശ്നം വീണ്ടും ഒരു സമരമാർഗത്തിലേക്ക് തുറക്കുന്നത്. അതിന് ശരിക്കും കാരണക്കാരൻ BJPയുടെയോ അല്ലെങ്കിൽ RSSൻ്റെ നേതാക്കന്മാരൊന്നും ആയിരുന്നില്ല ആദ്യമേ. അത് ഗുൽസൻലാൽ നന്ദ, നമ്മുടെ ഇവിടുത്തെ ഒരു മുൻ പ്രധാനമന്ത്രിയാണ്, 2 തവണ ആക്ടിംഗ് പ്രധാനമന്ത്രിയായ ആൾ. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു പൊതു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി പറയുന്നു, അയോധ്യ, കാശി, മധുര ഇതൊക്കെ ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണം എന്ന്. ആ സ്റ്റേറ്റ്മെൻ്റ് അന്ന് മീഡിയയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് വിശ്വഹിന്ദു പരിഷത്ത്, ആ സമയത്ത് വിശ്വഹിന്ദു പരിഷത്ത് ഒരു പ്രമേയ രൂപത്തിൽ ഈ ആവശ്യം മുന്നോട്ട് വെക്കുകയും അശോക് സിംഗാൾ എന്ന് പറയുന്ന വിശ്വഹിന്ദു പരിഷത്തിൻ്റെ സംഘടനാ സെക്രട്ടറി, ഓർഗനൈസിംഗ് സെക്രട്ടറി, അദ്ദേഹം അതിനുവേണ്ടി ഡ്രൈവിന് നേതൃത്വം നൽകുകയും ചെയ്തു. അദ്ദേഹം പിന്നീട് ഈ മൊത്തം ഹിന്ദു മൂവ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദു ഐക്യത്തിൻ്റെയൊക്കെ ഐക്കണായി മാറി അശോക് സിംഗാൾ. എല്ലാ സന്യാസിമാരെയും കൂട്ടി നടക്കുന്ന ആൾ, ഹിന്ദു സംഘടനകളെ ഒന്നിപ്പിക്കുന്ന ആൾ. അങ്ങനെ ഒരു RSSൻ്റെ പ്രചാരകനായിരുന്ന അദ്ദേഹം വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ചുമതല വന്നപ്പോഴാണ് ഈ ഒരു 83-ൽ ഈ നന്ദ പറഞ്ഞ ഈ കാര്യങ്ങൾ അദ്ദേഹം അതൊരു ഏറ്റെടുത്തുകൊണ്ട് അതൊരു വലിയൊരു മൂവ്മെൻറ്റിലേക്ക് കൊണ്ടുപോയി. അപ്പോഴും കോൺഗ്രസ്സുകാർ ഇതിൽ നിന്ന് എന്ത് നേടാൻ പറ്റും? കോൺഗ്രസ്സുകാർ ഒരു പൊളിറ്റിക്കൽ നമുക്കറിയാം, അന്നിപ്പോൾ ഭരിക്കുന്ന രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധി മൃഗീയ ഭൂരിപക്ഷത്തിൽ ഭരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ സമരത്തെ ഇല്ലാതെ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം BJP അപ്പോൾ ഈ ചിത്രത്തിലൊന്നുമില്ല. BJP ഈ സമരത്തിൻ്റെ അല്ലെങ്കിൽ ഈ വിശ്വഹിന്ദു പരിഷത്തിൽ വ്യാപകമായിട്ട് പല യാത്രകൾ, പല സമ്പർക്കങ്ങൾ ഒക്കെ നടത്തുമ്പോഴൊന്നും BJP പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ BJP ചിത്രത്തിലേ ഇല്ല. രാജമാതയെ പോലെയുള്ള, രാജമാത വിജയരായ സിന്ധ്യയെ പോലെയുള്ള ചില ആധ്യാത്മികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ചില BJP ലീഡേഴ്സൊക്കെ ഈ സമരമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അന്നൊഴിച്ചാൽ പൊളിറ്റിക്കൽ പാർട്ടി എന്നതിൽ BJP ചിത്രത്തിലേ ഇല്ല. പക്ഷേ കോൺഗ്രസ് ഇതിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തി. ആ സമയത്താണ് ഷബാനു കേസൊക്കെ വന്ന് അതിന് കോൺഗ്രസിന് സെറ്റ് ബാക്കായി. ഷബാനു കേസിൽ മുസ്ലിം പീഡനം നടത്തി എന്ന് പറഞ്ഞ് നമ്മളിപ്പോഴത്തെ ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ള മോഡറേറ്റ് ആയിട്ടുള്ള നേതാക്കന്മാർ കോൺഗ്രസിൽ നിന്ന് പിണങ്ങിപ്പോയി. ഹിന്ദുക്കൾക്കും ഒരു ഇഷ്ടക്കേട് കോൺഗ്രസിനുണ്ടായി. ആ സമയത്ത് അത് കോയിൻസൈഡ് ചെയ്യാൻ, അത് മാനേജ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, ഈ അയോധ്യ പ്രശ്നത്തെ, അയോധ്യയ്ക്ക് ഫേവറായിട്ടൊരു നടപടി ഞങ്ങളാണ് സ്വീകരിക്കുന്നതെന്ന് വരുത്താനുള്ള ശ്രമം രാജീവ് ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോഴാണ് BJP അതിനെ പൊളിറ്റിക്കലായിട്ടൊരു പ്രമേയത്തിലൂടെ വളരെ അഗ്രസീവായിട്ട് BJP പറഞ്ഞു, ഇത് ഈ ക്ഷേത്രം നിർമ്മാണം, ക്ഷേത്രത്തിൻ്റെ ഈ അയോധ്യയിൽ ക്ഷേത്രം പണിയാൻ വേണ്ടി അയോധ്യ ഹിന്ദുക്കൾ വിട്ടുകൊടുക്കണം, അവിടെ ക്ഷേത്രം പണിയണമെന്ന് പ്രമേയം പാസ്സാക്കി, ഒരു ഒഫീഷ്യൽ പ്രമേയം പാസ്സാക്കിയതിന് ശേഷമാണ് BJP ഈ ഇഷ്യൂയിലേക്ക് ഇറങ്ങുന്നത്. അതിനു മുമ്പ് തന്നെ ഈ ഇലക്ഷൻ 89-ലെ തെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ മുന്നിൽ കണ്ടുകൊണ്ട് നവംബറിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. അപ്പം നവംബർ 9 തന്നെ അവിടെ ശിലാന്യാസം ചെയ്യാനുള്ള അനുമതി കൊടുത്തത് രാജീവ് ഗാന്ധി സർക്കാരാണ്. അത് എന്തെങ്കിലും പൊളിറ്റിക്കൽ നേട്ടമുണ്ടാക്കും എന്ന് കരുതിക്കൊണ്ടാണ് ആ ഒരു ശിലാന്യാസം ചെയ്യാനുള്ള ഒരു ഇത് കൊടുത്തത്. പക്ഷേ ഭാഗ്യവശാലോ ആ ഇലക്ഷനിൽ കോൺഗ്രസിന് വലിയ സെറ്റ് ബാക്കാണ് ഉണ്ടായത്. നമുക്കറിയാം, അതിനു മുമ്പ് തന്നെ നമ്മളിപ്പോൾ ഇവരൊക്കെ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എക്കാലത്തും അയോധ്യക്കെതിരായിരുന്നു, അല്ലെങ്കിൽ ഇതിൽ ഹിന്ദുക്കൾക്കെതിരാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇതൊരു തർക്കമന്ദിരമാണെന്നും ഈ തർക്കമന്ദിരം പൊളിച്ചു കളയേണ്ടതാണെന്നും ആദ്യമായിട്ട് ആവശ്യപ്പെട്ട ദേശീയ നേതാവ് EMS ആയിരുന്നു.
അത് അദ്ദേഹത്തിൻ്റെ ഹിന്ദുക്കളുടെ താല്പര്യം കൊണ്ടൊന്നല്ല, മുസ്ലിങ്ങളുടെ താല്പര്യം കൊണ്ടൊന്നല്ല. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നിലപാടുണ്ടല്ലോ, മതവും അല്ലെങ്കിൽ ഈശ്വരനും ആരാധനയൊന്നും വേണ്ട. ആ നിലപാടിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ് ഈ ഡിസ്പ്യൂട്ടഡ് സൈറ്റ് പൊളിച്ചു കളയണം, തർക്കമന്ദിരം പൊളിച്ചു കളയണമെന്ന് ഫസ്റ്റ് ആവശ്യപ്പെട്ട നാഷണൽ ലീഡർ EMS ആയിരുന്നു. അത് കമ്മ്യൂണിസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം, ഈ 80കളിൽ ഈ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും അന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ചീഫായിരുന്ന ഗോയങ്കെ ബോംബെയിൽ ഒരു പത്രസമ്മേളനം നടത്തി. അന്ന് BP സിംഗ് കോൺഗ്രസുമായിട്ടൊക്കെ പണങ്ങി, BP സിംഗും ആരിഫ് മുഹമ്മദ് ഖാനും ഒക്കെ കോൺഗ്രസുമായിട്ടൊക്കെ പണങ്ങി നിൽക്കുന്ന സമയത്ത് BP സിംഗിന് വേണ്ടി, അല്ല BP സിംഗിൻ്റെ താല്പര്യത്തിന് വേണ്ടി, അല്ലാതെ അന്നത്തെ കോൺഗ്രസ് വിരുദ്ധ ഒരു പൊളിറ്റിക്സിന് വേണ്ടിയാണ് അന്ന് ആ മീറ്റിംഗ് കൂടിയത്. അതിൽ LK അദ്വാനി, അതുപോലെ പ്രമോദ് മഹാജൻ, ഗുരുമൂർത്തി, BP സിംഗ് ഒക്കെ പങ്കെടുത്ത യോഗത്തിൽ ആ യോഗത്തിൻ്റെ തീരുമാനം BP സിംഗ് ഓഫർ ചെയ്തു, കോൺഗ്രസിന് ഓൾട്ടർനേറ്റീവായിട്ടൊരു ഗവൺമെൻറ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനവിടെ ക്ഷേത്രം പണിയും. ആ ഒരു ഓഫറിൻ്റെ കൂടെ ഒരു പിൻബലത്തിലാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ BP സിംഗിന് പിന്തുണ കൊടുക്കാൻ BJP തയ്യാറായത്. BP സിംഗിന് BJP മാത്രമല്ല, ഈ ഓഫർ അയോധ്യയിൽ രാമക്ഷേത്രം പണി എന്ന് പറഞ്ഞ ഓഫർ അല്ലെങ്കിൽ ആ ഒരു വാഗ്ദാനം ചെയ്ത BP സിംഗിനെ അന്ന് ഇടതുപക്ഷവും പിന്തുണച്ചു. എന്നിട്ട് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു വാഗ്ദാനം നിറവേറ്റാൻ BP സിംഗിന് സാധിച്ചില്ല. പിന്നീട് പിന്നോട്ട് പോകാൻ ഈ ഒരു അയോധ്യ മൂവ്മെൻറ്റിൻ്റെ വളരെ ജനങ്ങളെല്ലാം വളരെ ആവേശത്തോടെ സ്വീകരിക്കുന്ന ഈ അയോധ്യ മൂവ്മെൻറ്റിൽ നിന്ന് പിന്നോട്ട് പോകാൻ അശോക് സിംഗാളിൻ്റെ നേതൃത്വത്തിൽ ഉള്ള വിശ്വ പരിഷത്ത് സാധിച്ചില്ല. അപ്പം അതിൻ്റെ അഗ്രസീവ് സ്റ്റെപ്പ് എന്ന നിലയിൽ അന്നത്തെ ഏറ്റവും സ്റ്റാറായിട്ടുള്ള പൊളിറ്റീഷ്യൻ, അന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന രാഷ്ട്രീയ നേതാവാണ് ലാൽകൃഷ്ണ അദ്വാനി. അദ്ദേഹം BJPയുടെ അധ്യക്ഷനുമാണ്. അദ്ദേഹം ഒരു രഥയാത്ര അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ആ രഥയാത്രയാണ് ശരിക്കും ഈ അയോധ്യ മൂവ്മെൻറ്റിനെ വലിയ തോതിൽ സ്വാധീനിക്കുകയും ഒരു വിജയത്തിൻ്റെ ഒരു കൊടുങ്കാറ്റ് ഉണ്ടാക്കുകയും ചെയ്തത്. ആ രഥയാത്ര ബ്ലോക്ക് ചെയ്തു. അതായത് സോമനാഥ ക്ഷേത്രത്തിന് മുമ്പിൽ നിന്ന് ആരംഭിച്ച് മഹാരാഷ്ട്ര ടച്ച് ചെയ്ത് ഗുജറാത്ത് വഴി ഇവിടെ ബീഹാറിലെത്തിയപ്പോഴത്തേനും അന്നത്തെ സോഷ്യലിസ്റ്റ് നേതാവായ ലാലു പ്രസാദ് യാദവ് അത് തടഞ്ഞു. അത് പിന്നീട് ഇന്ത്യ മുഴുവൻ അത് വലിയ പ്രക്ഷോഭവും കാര്യങ്ങളൊക്കെ ആയി. എന്നിട്ടും വീണ്ടും ഇത് സർക്കാരുകൾ വേണ്ട താല്പര്യങ്ങളൊന്നും കാണിക്കാതെ ഇങ്ങനെ ഇഴഞ്ഞഴിഞ്ഞു പോയി. 1992 രണ്ടാമത്തെ കർസേവയിൽ ഈ ഡിസ്പ്യൂട്ടഡ് സൈറ്റ് തകർന്നു വീണ് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് നിലവിളിയും. അപ്പോൾ ഈ തകർക്കണമെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അയ്യോ ഇന്ത്യയുടെ എല്ലാം തകർന്നു പോയി, ഭരണഘടന തകർന്നു പോയി, ഇന്ത്യയുടെ സംവിധാനം തകർന്നു പോയി, ഇന്ത്യ തന്നെ തകർന്നു പോയെന്ന് വിലപിച്ചു. പക്ഷേ ആ ഒരു ഇതിനകത്ത് രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ എല്ലാവരും ഇതും BJP എന്തോ നേട്ടത്തിന് വേണ്ടി ചെയ്തെന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇപ്പം വ്യാഖ്യാനിക്കുന്നത്. ശരിക്കും നമ്മൾ ഇതിൻ്റെ രാഷ്ട്രീയം നോക്കിയാൽ BJP അങ്ങനെ ഒരു വേണ്ടാധീനം ഇതിനകത്ത് കാണിച്ചിട്ടില്ലെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. ഇതിനകത്ത് എന്തെങ്കിലും പൊളിറ്റിക്കൽ ഗെയിന് വേണ്ടി വേണ്ടാധീനം കാണിച്ചത് കോൺഗ്രസ്സാണ്. ഈ 89 തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി അദ്ദേഹത്തിൻ്റെ കോൺഗ്രസിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിൻ തുടങ്ങിയത് അയോധ്യയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ്. അതുപോലെ ഇലക്ഷൻ നവംബർ ലാസ്റ്റ് വരുന്നു. നവംബർ ആദ്യം തന്നെ ഇവിടെ ശിലാന്യാസത്തിന് വേണ്ടി അനുമതി കൊടുത്തത് ഈ രാജീവ് ഗാന്ധി ഗവൺമെൻറ്റാണ്. BJP ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ പരസ്യമായിട്ട് ഒരു വലിയ ജനകീയ മുന്നേറ്റം ഉണ്ടാകുന്നു. അത് ജനങ്ങളെല്ലാം ഇതിനുവേണ്ടി ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ സന്ദർഭത്തിൽ BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അതിൻ്റെ ഉന്നത ബോഡി തീരുമാനിച്ചു ഇതിവിടെ ക്ഷേത്രം വേണം, ഹിന്ദുക്ക് വിട്ടുകൊടുക്കണം. പിന്നീട് പാർട്ടി എന്ന ഒരു പരിപാടി എന്ന നിലയിൽ BJPയുടെ നേതാവ് ഇതിനു വേണ്ടി രഥയാത്ര നടത്തി. അതൊന്ന് രഹസ്യമായിട്ടോ അല്ലെങ്കിൽ ഒരു കോക്കസ് ഉദ്ദേശമൊന്നുമല്ല. നമുക്കെല്ലാവർക്കും ഇപ്പം ഇതിനകത്ത് ഒത്തിരി അറിയപ്പെടാത്ത കഥകളൊക്കെ ഇതിനകത്തുണ്ട്. കോൺഗ്രസ് ഇപ്പം വലിയ വാചകം അടിക്കുന്നു. ഇപ്പം മുരളീധരനൊക്കെ ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അച്ഛൻ രാജീവ് ഗാന്ധി ആവശ്യപ്പെട്ടിട്ട് ഇതിൻ്റെ കട്ടന് പിന്നിൽ കുറേ കളികളൊക്കെ കളിച്ചു. ഇവിടെ BJP വിശ്വ പരിഷത്ത് ഇങ്ങനെ വലിയൊരു മൂവ്മെൻറ്റ് നടത്തുന്നു. അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി കോൺഗ്രസിൻ്റെ അന്നത്തെ അവരുടെ വർക്കിംഗ് കമ്മിറ്റി ഉണ്ടല്ലോ, വർക്കിംഗ് കമ്മിറ്റിയിൽ ഇങ്ങനെ തീരുമാനം വന്നു, ഇത് എങ്ങനെയും ബ്ലോക്ക് ചെയ്താൽ ഇലക്ഷന് സെറ്റ് ബാക്ക് ആവും. അപ്പോൾ അത് ചുമതലപ്പെടുത്തുന്നത് നമ്മുടെ ഇവിടുത്തെ ലീഡർ എന്നൊക്കെ എല്ലാവരും വിളിക്കുന്ന K കരുണാകരനാണ്. Karanan പറഞ്ഞ് അന്ന് വിശ്വന്ത് ഇപ്പോൾ ഇതുപോലെ ഒരു BJPക്ക് ഒരു അധികാരമില്ല, BJPക്ക് ഇത്ര MPമാരില്ല, അത്ര ഒരു പൊളിറ്റിക്കൽ ഒരു ഇമേജ് BJPക്കില്ല. പിന്നെ RSSൻ്റെ നേതൃത്വത്തിൽ വിശ്വന്ത് പരിഷത്തൊക്കെയാണ് ഈ സമരം നയിക്കുന്നത്. അതുകൊണ്ട് വിശ്വന്ത് പരിഷത്തും RSSകാരും ഒക്കെ സ്വാമിമാരൊക്കെ പറഞ്ഞാൽ കേൾക്കും. അതുകൊണ്ട് ഉന്നതരായ സ്വാമിമാരെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തി സമരത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇലക്ഷൻ കഴിയുന്നിടം വരെ പിന്തിരിപ്പിക്കാമെന്ന് കരുതിയിട്ട് നമ്മുടെ ചന്ദ്രശേഖര സരസ്വതി കാഞ്ചി
ആചാര്യനെ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്വാധീനിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അതൊക്കെ റെക്കോർഡായിട്ടുള്ള കാര്യങ്ങളാണ്. കരുണാകരൻ്റെ ആവശ്യപ്രകാരം ഇവിടെ മലയാളിയായ ഒരു IAS ഉദ്യോഗസ്ഥനാണ് അതിന് പോയത്. കരുണാകരനും ചന്ദ്രശേഖര സരസ്വതിയും തമ്മിൽ നല്ല ബന്ധമാണ്. കാരണം ഇവിടെ അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ സ്റ്റേറ്റ് ഗസ്റ്റായിട്ട് സ്വീകരിച്ചാണ്. അന്ന് കരുണാകരൻ ഒരു ശങ്കരാചാര്യരെ സ്റ്റേറ്റ് ഗസ്റ്റാക്കിയതിന് അന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ എതിർത്താണ്. പക്ഷേ എങ്കിലും അദ്ദേഹം സ്റ്റേറ്റ് ഗസ്റ്റായിരുന്നു. കരുണാകരൻ അവിടെ 2 ആനകളെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ പല പല ബന്ധങ്ങളുണ്ട്. കരുണാകരൻ പറഞ്ഞാൽ ഇദ്ദേഹം കേൾക്കുമെന്നൊരു ധാരണ രാജീവ് ഗാന്ധിക്കും കോൺഗ്രസ് നേതൃത്വത്തിനുമുണ്ട്. കരുണാകരൻ പക്ഷേ ഈ രാഷ്ട്രീയ നേതാവായതുകൊണ്ട് നേരിട്ട് പോകാൻ മേലത്തുകൊണ്ട് കരുണാകരൻ്റെ പ്രതിനിധിയായിട്ട് IAS ഉദ്യോഗസ്ഥനെ വിട്ടു. അദ്ദേഹം വളരെ സീനിയറായിട്ടായ IASകാരനാണ്. ഇവിടെ ഗവർണറായിരുന്ന റാം ദുലാരി സിൻഹയുടെ സെക്രട്ടറി ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭക്തനുമാണ് ഈ സരസ്വതിയുടെ. അദ്ദേഹം അവിടെ ചെന്നപ്പോഴത്തേനും അകത്താര VIP അകത്തിരിപ്പുണ്ട്. അതുകൊണ്ട് ഇച്ചിരി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം VIP ഇറങ്ങി വന്ന VIP അശോക് സിംഗളായിരുന്നു. അതിൻ്റെ കയ്യിൽ ഒരു താലവുമുണ്ട്, അതിലൊരു ഫലവുമുണ്ട്. അത് അയോധ്യയിലേക്ക് ശില പൂജിച്ച് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അത്ര ശ്രമം ഇങ്ങനെ ശിലാപൂജ നടക്കുന്നതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി കോൺഗ്രസിൻ്റെ AICC അറിഞ്ഞ് അന്നത്തെ ഏറ്റവും പവർഫുള്ളായ ഒരു നേതാവിനെ ഉൾപ്പെടുത്തി തടയാൻ വരെ ശ്രമിച്ചു കോൺഗ്രസ്. അതേസമയത്ത് ശിലാന്യാസം ഇലക്ഷന് 2-3 ആഴ്ച മുമ്പ് അവിടെ ശിലാന്യാസം നടത്തിയിട്ട് എന്തെങ്കിലും നേട്ടം കൊയ്യാൻ പറ്റുമോ ശ്രമിച്ചു. ഇങ്ങനെ ഈ അയോധ്യയിൽ നിന്നൊരു രാഷ്ട്രീയ അഗ്ലി ഗെയിം വൃത്തികെട്ട കളി കളിച്ച ഒരു പൊളിറ്റിക്കൽ പാർട്ടി കോൺഗ്രസ് ആണ്. അതിൻ്റെ ഫലം പക്ഷേ അവർക്ക് ജനങ്ങൾ കൊടുത്തു. കോൺഗ്രസിനെ UP നിന്നൊക്കെ എടുത്ത് ദൂരെ എറിഞ്ഞു. UP-യിലോട്ടും തിരിച്ചു പോകാൻ മേലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി. ഇപ്പോഴും അവർ കോൺഗ്രസ് എന്ന പൊളിറ്റിക്കൽ പാർട്ടി വളരെ വൃത്തികെട്ട കളിയാണ് കളിക്കുന്നത്. നമുക്ക് എന്നത് CPM-നെ നമുക്ക് കുറ്റപ്പെടുത്താനൊന്നുമില്ല. അവരങ്ങനെയാണെന്ന് നമുക്കറിയാം ഇന്നും ഈ ഒരു നിലപാട്. പക്ഷേ ഇവരെന്താ ചെയ്തത്? ക്ഷണം വന്നെങ്കിൽ പോകണ്ടോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഇവിടുത്തെ ചില മുസ്ലിം സംഘടനകളുടെ വായിൽ നിന്ന് എന്താ വരുന്നതെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കേണ്ട അവസ്ഥ. വയനാട്ടിലോ അല്ലെങ്കിൽ കേരളത്തിലോ 4-5 സീറ്റ് കിട്ടാൻ വേണ്ടി നാഷണൽ ലെവലിൽ ഇങ്ങനെ ഒരു വികാരം, ഇങ്ങനെ ദേശം എന്താണെന്ന് ചിന്തിക്കുന്നതെന്ന് ഒരു വീണ്ടും വിചാരമില്ലാത്ത ഒരു നിലപാടാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ആ നിലപാടിൻ്റെ പിൻപറ്റി ചില മറ്റേ ഇപ്പോഴത്തെ അവരുടെ സഖ്യകക്ഷികളൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും ഇത് ശരിക്കും BJP നമുക്കറിയാം. അദ്വാനിജിയുടെ രഥയാത്ര പ്രഖ്യാപിക്കുമ്പം BJPക്കുള്ളിൽ നിന്ന് തന്നെ അത് മീഡിയയിലൊക്കെ വന്നതാണ്. BJPക്കുള്ളിൽ തന്നെ വേണോ വേണ്ടോ എന്നൊരു ചോദ്യങ്ങളും അന്നത്തെ ഉന്നതനായ നേതാക്കന്മാർ വേണമോ എന്നൊരു സംശയമൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ അത് അങ്ങനെ ചെയ്യുകയും അതിൻ്റെ ഫലം BJPക്ക് വളരെ നല്ലതായിട്ട് കിട്ടി. പക്ഷേ ഇപ്പം ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലും എനിക്ക് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ പറയാനുള്ളത് അതിൻ്റെ ഭയങ്കര ഉദ്ദേശിക്കാത്തതിൻ്റെ ഇരട്ടി ഫലമായിരിക്കും BJPക്കും നരേന്ദ്രമോദിക്കൊക്കെ വരാൻ പോകുന്നത്. ഇപ്പോൾ ടീച്ചറൊക്കെ പറഞ്ഞു നരേന്ദ്രമോദി ആണ് ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ്. പക്ഷേ നരേന്ദ്രമോദി അല്ല, അതിലേക്ക് വന്ന ഭയങ്കര വഴിയുണ്ട്. പക്ഷേ അന്ന് തൊട്ടേ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ് അദ്വാനിജിയോടൊപ്പം അല്ലെങ്കിൽ നിഴൽ പോലെ ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് അദ്ദേഹത്തിന് എക്സിക്യൂട്ട് ഫൈനൽ സ്റ്റേജിൽ അത് എങ്ങനെ ചെയ്യണം, എങ്ങനെയൊക്കെ വേണമെന്ന് വളരെ വളരെ ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിൻ്റെ ഫലം രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുമ്പം BJPക്ക് തന്നെ ഉണ്ടാകും. അതിന് BJPക്ക് ഉണ്ടാകട്ടെ എന്ന് കരുതിയാണോ ഇപ്പം പല രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതൊരു രാഷ്ട്രീയം ചിന്തിക്കുമ്പം നല്ല രാഷ്ട്രീയത്തോടുകൂടി ഇതിനെ സമീപിച്ചത് BJPയാണ്. അതുകൊണ്ട് തന്നെ രാമൻ നന്മയുടെ പക്ഷം നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഗുണം BJPക്ക് കിട്ടും. ഇതിനകത്ത് അഗ്ലി ഗെയിം എന്നാൽ വൃത്തികെട്ട കളി കളിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ 1ാം സ്ഥാനത്ത് കോൺഗ്രസ്സാണ്. ഈ ജനതാ പരിവാർ എന്ന് പറയുന്ന BP സിംഗും അല്ലെങ്കിൽ ലാലു പ്രസാദ് യാദവും ഒക്കെ നയിക്കുന്ന ആ ഒരു ഗ്രൂപ്പുണ്ടല്ലോ, അവരും ഇതിൻ്റെ അകത്ത് നിന്ന് രാഷ്ട്രീയം കൊയ്യാനും രാമക്ഷേത്രം വേണമെന്നും വേണ്ടെന്നും ഒക്കെ മാറുകാർ പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നെ ഒരിക്കലും ഒരു നേരെ പോകുന്നതിനല്ല നന്മയുടെ ഭാഗത്തേക്ക് പോകുന്ന ഒന്നിനെയും അനുകൂലിക്കാത്ത ഒരു മൂവ്മെൻറ്റും പ്രസ്ഥാനമായതുകൊണ്ട് അവരെ നമുക്ക് ഇഗ്നോർ ചെയ്യാം. അവരിവിടെ കിടന്ന് വെള്ളം വെക്കുന്നതല്ലാതെ അവർക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിൻ്റെ രാഷ്ട്രീയത്തിൽ BJPക്കായിരിക്കും ഗുണമുണ്ടാകാൻ പോകുന്നത്. നമ്മുടെ ഈ പ്രത്യേക പരിപാടി വൈൻഡപ്പിലേക്ക് കടക്കുമ്പോൾ രമ ടീച്ചറിനോട് ചോദിക്കുകയാണ്. വളരെ ചുരുക്കി രമ ടീച്ചർ ഉത്തരം പറയുക. ഇതിനൊരു ആധ്യാത്മികമായ മാനം, ഈ പ്രാണപ്രതിഷ്ഠയുടെ ഒരു ആധ്യാത്മികമായ തലത്തെക്കുറിച്ച് ലഘുവായി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ സ്പെഷ്യൽ ഷോ വൈൻഡപ്പ് ചെയ്യാൻ പറയാൻ ടീച്ചർ. ഈ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ ടേമാണ്. പക്ഷേ അതിന് മറ്റൊരു തലത്തിൽ ചിന്തിക്കുമ്പോൾ ഭാരതത്തിലുള്ളവരുടെ പ്രാണൻ കൊടുത്ത് പ്രതിഷ്ഠിക്കുന്ന എന്ന രീതിയിലേക്ക് അതിന് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനം കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ രാമക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച അക്ഷതം
നമ്മൾ വീടുകളിലൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. ആ വീടുകളിൽ ഹരേ രാമ എന്ന് പറഞ്ഞ ഈ അക്ഷതം കൈമാറുമ്പോൾ എനിക്കറിയാം അത് മേടിക്കുന്നവർ കോരിത്തരിച്ച് കണ്ണിൽ വെള്ളം നിറച്ചിട്ടാണ് അത് സ്വീകരിക്കുന്നത്. അതാണ് അവരുടെ വികാരം, ആ ഭക്തി എന്ന വികാരം. കാരണം ശ്രീരാമൻ എല്ലാവരുടെയും മനസ്സിൽ, ഈ ഭക്തരുടെ മനസ്സിൽ ഒരു വികാരമാണ്. 1. 2, ദക്ഷിണായനം നടത്തിയ ശ്രീരാമനാണ് ഈ അയോധ്യയിലേക്ക് തിരിച്ചു വരുന്നത്. ദക്ഷിണായനം എന്ന് പറയുന്നത് തെക്കോട്ടുള്ള രാജ്യങ്ങളിലെ മുഴുവൻ തിന്മയെ ഉന്മൂലനം ചെയ്ത് നന്മയെ ക്രോഡീകരിച്ചൊരു സിവിലൈസേഷൻ്റെ സാംസ്കാരിക ഏകോപനത്തിൻ്റെ യാത്രയായിരുന്നു ഈ ദക്ഷിണായനം. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വരുന്നത്. ഇവിടെയും നമ്മൾ കാണുന്നത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നതിലൂടെ ഭാരതത്തിന് ഒരു സാംസ്കാരികമായ ഏകോപനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഏകോപനം ഓരോ ഭക്തൻ്റെയും മനസ്സിനെ പോലും സാർത്ഥകമായ ഒരു തലത്തിലേക്ക് നയിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനെതിരെ ഇപ്പോൾ ഇവിടെ ഒരു പാട്ടുകാരി, നമ്മുടെ ചിത്ര വരെ പാടിയ പാട്ട്, രാമനാമം ജപിക്കണമെന്ന് പറഞ്ഞതിനെ പോലും വിമർശിക്കുന്നവരാണ് കേരളത്തിൽ കാണുന്നത്. ശബരിമലയിൽ 18-ാം പടി വേണ്ട, മാസപ്പടി മതി എന്ന് പറയുന്ന ഒരു ഇടത് വികാരമാണ് കേരളത്തെയൊക്കെ നിയന്ത്രിക്കുന്നത്. അവരെത്ര ഭക്തിയെ നിഷേധിച്ചാലും ഈ ഭാരതീയൻ്റെ മനസ്സിൽ, ഹൈന്ദവൻ്റെ മനസ്സിൽ, ലോകത്തെ ഭക്തജനങ്ങളുടെ മനസ്സിൽ ഒരു കെടാവിളക്കായി എന്നും ശ്രീരാമൻ ഉണ്ടായിരുന്നു, എന്നും ശ്രീരാമൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ആ ഒരു വികാരമാണ് അക്ഷതമൊക്കെ മേടിച്ച് ഇന്നലെ തിരുവനന്തപുരത്തെ ഓണവില്ല് സമ്മാനിക്കുന്ന ആ ചടങ്ങിലൊക്കെ വന്നെത്തിയ എല്ലാ ഭക്തജനങ്ങളിലും നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കണ്ടത് എന്താ, ഇത് അയോധ്യ ചരിത്ര നിമിഷത്തിനെന്നാണ് നിങ്ങൾ എഴുതിയിട്ടുള്ളത്. ആ സ്ക്രീനിൽ നമ്മൾ കാണുന്നത് എന്താണ്? അയോധ്യയുടെ വിശേഷങ്ങൾ. ആ അയോധ്യ ശരിക്കും പറഞ്ഞാൽ അയോധ്യ യുദ്ധമില്ലാത്ത സ്ഥലം എന്നൊരർത്ഥമുണ്ട്. യുദ്ധമില്ലാത്ത സ്ഥലം, സംഘർഷങ്ങളില്ലാത്ത സ്ഥലം, ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്ഥലം. അയോധ്യ തിരിച്ചു വരുമ്പോൾ ഭാരതവും ലോകവും ഒരുപോലെ വസുദൈവ കുടുംബകം എന്ന, ലോകമേ തറവാട് എന്ന രീതിയിൽ യുദ്ധമില്ലാത്ത ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു സ്ഥലിയായി മാറാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഭരണകൂടവും ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ വാൽമീകി രാമായണത്തിലൂടെ ശ്രീരാമനെ നമുക്ക് തന്നു. ശരിക്കും പറഞ്ഞാൽ ശ്രീരാമനെ നമ്മൾ മനസ്സിലാക്കുന്നത് വാൽമീകിയിലൂടെയാണ്, രാമായണത്തിലൂടെയാണ്. ലോകം മുഴുവൻ ജാതി മത ഭേദമന്യേ പല സ്ഥലങ്ങളിലും ആ രാമകഥ ഉൾക്കൊള്ളുന്നുണ്ട്. ആ ശ്രീരാമനെ വാൽമീകി നമുക്ക് തന്നപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് എന്താ? അയോധ്യയിലെ എയർപോർട്ടിൻ്റെ പേരും ഋഷി വാൽമീകി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഇനിയും ഒരിക്കൽ കൂടി വാൽമീകിയിൽ നിന്ന് ശ്രീരാമനിലേക്ക് ഈ ഭാരതത്തിൻ്റെ സാംസ്കാരിക ആധ്യാത്മിക ജൈത്രയാത്ര തുടരുകയാണ് എന്ന സന്തോഷമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അയോധ്യ പ്രാണപ്രതിഷ്ഠയോട് അനുബന്ധിച്ച് നടത്തിയ പ്രത്യേക പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഈ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുത്തത് ശ്രീ പി ശ്രീകുമാർ സാർ, മാധ്യമപ്രവർത്തകൻ, സുവർണ പ്രസാദ് BJP, ശ്രീ BT രമ BJP. ഏവർക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. Shri Rama